ചേർന്ന് ഇനി കോട്ടയത്തേക്ക് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. പറയൂ ടോബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ന് ഒരു അടിയന്തര യോഗമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിളിച്ചിരിക്കുന്നത്. അതിൽ നിയുക്ത MLA-മാരും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം തന്നെ ഉണ്ടാകും. നേരത്തെ അത് തൊടുപുഴയിൽ വെച്ച് പി ജോസഫിന്റെ വീട്ടിൽ വെച്ച് ചേരാനാണ് തീരുമാനിച്ചത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുമെന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ അത് തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ MLA-മാരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് നേരത്തെ തന്നെ VD സതീശനൊപ്പമാണെന്നുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അത് പരസ്യമായി അവർ പറയുന്നില്ലെങ്കിലും കൃത്യമായിട്ട് ഹൈക്കമാൻഡിനെ അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തേക്ക് ആര് മുഖ്യമന്ത്രി വന്നാലും അവരെ അംഗീകരിക്കുമെന്നുള്ളൊരു നിലപാടും കേരള കോൺഗ്രസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചർച്ച നേരത്തെ സതീശനാണ് സീറ്റ് ചർച്ചകൾ കേരള കോൺഗ്രസുമായി നടത്തിയത്. അന്ന് ചില കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടു നൽകിയത്. അന്നൊരു ധാരണയുണ്ടായിരുന്നു. കൂടുതൽ മന്ത്രിസ്ഥാനമടക്കം, അതായത് 2 മന്ത്രിസ്ഥാനമെങ്കിലും കൂടുതൽ പരിഗണന മന്ത്രിസഭയിൽ നൽകുമെന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ കേരള കോൺഗ്രസിനോട് പറഞ്ഞിരുന്നു. അത് VD സതീശനാണ് ആ ഒരു കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശന് കൂടുതലായിട്ട് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് പിന്തുണയ്ക്കുന്നതും കേരള കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ്. നിർണായകമായിട്ടുള്ളൊരു യോഗം തന്നെയായിരിക്കും. അപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് ആരൊക്കെ വരണം, ഈ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് മോൻസ് ജോസഫിനെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ താഴെത്തട്ടിൽ ഉണ്ടാകുമോ, അത് എങ്ങനെ നിയന്ത്രിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവരുടെ പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് മന്ത്രിസ്ഥാനം തന്നെയാണ്. 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു നിലപാടായിരിക്കും ഇന്ന് അവർ ചർച്ച ചെയ്യുക. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ചാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സുകുമാരൻ നായർ ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഘടകകക്ഷികളുടെ ഇടപെടലാണ് ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെ ഇത്രയും വഷളാക്കിയത് എന്നുള്ളൊരു നിലപാട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള മറുപടികൾ ഉണ്ടാകുമോ എന്നുകൂടി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും നിർണായക യോഗം ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എല്ലാ നേതാക്കളും പങ്കെടുക്കും. എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.